ഇനിയൊരു റിപ്പോർട്ടിലേക്കാണ്. രോഗബാധിതരായ മാതാപിതാക്കൾക്കും മുത്തശ്ശനും തണലാവുകയാണ് ഒരു 8ാം ക്ലാസ്സുകാരൻ. ഇരു കൈകളും തളർന്ന അച്ഛൻ, ക്യാൻസർ ബാധിച്ച മുത്തച്ഛൻ, നടക്കാൻ ബുദ്ധിമുട്ടുന്ന അമ്മ, ഈ 3 പേരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തോട് പോരാടുകയാണ് വയനാട് കമ്പളക്കാട് സ്വദേശിയായ യദുകൃഷ്ണൻ. കുടുംബത്തിന്റെ ചികിത്സയും സംരക്ഷണവും കുട്ടിയുടെ വിദ്യാഭ്യാസവും സർക്കാർ ഏറ്റെടുക്കണമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ വിധി ഈ 8ാം ക്ലാസ്സുകാരന്റെ ചുമലിൽ വെച്ച് നൽകിയത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണീരും പ്രാർത്ഥനകളുമാണ്. വയനാട് കമ്പളക്കാട് സ്വദേശിയായ യദുകൃഷ്ണന് ഇത് അതിജീവനത്തിന്റെ പോരാട്ടമാണ്. മോട്ടോർ ന്യൂറോൺ രോഗം ബാധിച്ച് ഇരു കൈകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട അച്ഛൻ അനീഷ്, ക്യാൻസർ ബാധിച്ച മുത്തശ്ശൻ മനോഹരൻ, ഹോട്ടൽ ജോലിക്കിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുന്ന അമ്മ രജിത, ഈ 3 മനുഷ്യരുടെ ഏക ആശ്രയമാണ് ഈ 8ാം ക്ലാസ്സുകാരൻ. വീട്ടിൽ അച്ഛനെ സഹായിക്കും, വണ്ടി ഓടിക്കും. വീട്ടിലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വാരി കൊടുക്കും അച്ഛനൊക്കെ. കളിക്കാനൊക്കെ പോക്കുണ്ടോ? എല്ലാ പണിയും ചെയ്യുന്നുണ്ടല്ലേ? എന്താ നമുക്ക് വേണ്ടേ? നന്നായിട്ട് പഠിക്കണ്ടേ? എന്തേലും പഠിക്കണം. എന്താവാൻ ആഗ്രഹം? എനിക്ക് പോലീസ്. പോലീസാണോ? ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന അച്ഛൻ അനീഷിന് രോഗം പിടിപെട്ടതോടെയാണ് കുടുംബത്തിന് താളം തെറ്റിയത്. അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിനിടെയാണ് അമ്മയ്ക്കും അപകടം സംഭവിക്കുന്നത്. മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും ഒപ്പം തന്റെ പഠനവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് യദു ഇപ്പോൾ. അടച്ചുറപ്പുള്ള വീടെന്നത് ഈ കുടുംബത്തിന് ഇന്നും ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു. ആദ്യം ഈ വലത്തെ കൈക്ക് മാത്രമായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ അത് ഭഗവാക്കാട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടിയിൽ പോയിരുന്നു. അപ്പം ഇടത്തെ കൈക്ക് കൂടെ രോഗം ബാധിച്ചതിന് ശേഷം ഇപ്പം നമുക്ക് തീരെ ജോലി ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലായി. മോൻ്റെ വിദ്യാഭ്യാസം മന്ത്രി ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചികിത്സയും ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി മുന്നോട്ട് ജീവിക്കാനുള്ളൊരു വഴിയാണ് കാണുന്നത്. കാര്യം ഇപ്പോൾ 1-2 ദിവസം ജീവിച്ചാൽ പോരല്ലോ. മുന്നോട്ട് ഈ കുടുംബത്തിന് വേറെ ആരും വരുമാനമില്ല. അപ്പം മുന്നോട്ട് ജീവിക്കാനുള്ളൊരു വരുമാനം നമുക്ക് ഈ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കടമ തന്നെയാണ്, നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ എല്ലാവരും ഈ കുടുംബത്തെ അകമഴിഞ്ഞ് സഹായിക്കണമെന്നാണ് ഞങ്ങൾ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. കുടുംബത്തിന്റെ ചികിത്സാ ചെലവുകൾ സർക്കാർ പൂർണ്ണമായും ഏറ്റെടുക്കേണ്ട സാഹചര്യമാണുള്ളത്. യദുകൃഷ്ണന്റെ ഭാവിയും വിദ്യാഭ്യാസവും സുരക്ഷിതമാക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകണം. ചോർന്നൊലിക്കാത്ത സുരക്ഷിതമായ ഒരു മേൽക്കൂര ഉറപ്പാക്കാൻ കരുതലുണ്ടാകണം. ആരോഗ്യമന്ത്രി കെ മുരളീധരനെയും മന്ത്രി ടി സിദ്ദിഖിനെയും കുടുംബം സാഹചര്യം അറിയിച്ചിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഓരോ ദിവസവും കടന്നുപോകുന്നത്. ഈ കുടുംബത്തിന്റെ ചികിത്സ, ഈ പയ്യന്റെ വിദ്യാഭ്യാസം, ഇവരുടെ ഭാവി ജീവിതം, സുരക്ഷിതമായൊരു വീട് എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം, വയനാട്.